ഞാൻ ഷിബു മടവൂർ കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് കാട്ടുപന്നിയുടെ ശല്യം. പല കർഷകരും കാട്ടുപന്നിയുടെ ശല്യം കാരണം കൃഷി ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു മട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കാട്ടുപന്നി ശല്യത്തിന് ഇടയിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് ഇത് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുമ്പളവും അതുപോലെ തന്നെ കഴുത്തനും. അപ്പോൾ ഇത് പന്നി ശല്യത്തിൻ്റെ ഇടയിൽ ഇവിടെ എല്ലാ ദിവസവും പന്നി വരികയും ഇവിടെയൊക്കെ മാന്തി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പന്നി ശല്യത്തിൻ്റെ ഇടയിൽ ഞാനിവിടെ കൃഷി ചെയ്തെന്ന് എനിക്ക് കുറച്ച് കുമ്പളങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പന്നി ശല്യത്തിനിടയിലെയും ഈ കൃഷിയുടെ ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു 50 സെൻറ്റ് ഏരിയ നോക്കിയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല അല്ലേ, കാണാനായിട്ട് നമുക്കൊന്നുമില്ല, മൊത്തം പുല്ല് കയറി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് എന്തുമാത്രം കുമ്പളങ്ങ പറിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം വേണ്ട ഇവിടെയൊക്കെ കുമ്പളങ്ങ ഏകദേശം ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഏകദേശം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ നാടൻ കുമ്പളങ്ങയാണ്. എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ കാണും, നല്ല വെളുവേളാന്ന്. ഇവിടെ നിറച്ചുണ്ട് കേട്ടോ, ശരിക്ക് കിടപ്പുണ്ട്. നമുക്കിതെല്ലാം ഇന്ന് പറിച്ചെടുക്കാം. ഇതുണ്ടോ, കുമ്പളങ്ങ ഇവിടെ നിറച്ചുണ്ട്. ഇതിപ്പം ഞാനിപ്പോൾ ആദ്യം വലുതായിട്ട് പോച്ച കിടന്ന സ്ഥലമാണ്. അപ്പം ഞാനിവിടെ കുഴിയെടുത്തു. ആ കുഴിയെടുക്കുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ വൃത്തിയാക്കി കുഴിയെടുത്തിട്ടുള്ളൂ, വേറെ എങ്ങും പോച്ചൊന്നും ചെത്തിട്ടില്ല. അതിനുശേഷം ഇവിടെ നമുക്ക് ജൈവവളമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ചാണകമോ കോഴിവളമോ ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പന്നി വന്നിട്ട് അതെല്ലാം കുത്തി എടുത്ത് കളയും. അപ്പോൾ നമ്മളിത് തൈയാണ് നട്ടത്. തൈ നട്ടിട്ട് നമുക്കൊരു 20 ദിവസം 25 ദിവസം കഴിയുമ്പോൾ ലേശിച്ച് ഒരു 20 ഗ്രാം യൂറിയയും 20 ഗ്രാം പൊട്ടാഷ്യം ഒരു 50 ഗ്രാം രാജഫോസും ഞാൻ കൊടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ടി വരില്ല. ഈ മണ്ണിൽ കൃഷിയൊക്കെ ചെയ്യാതൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്, അതായത് വലിയ മുതൽ മുടക്കില്ലാതെയാണ് നമുക്ക് ഈ വിളവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്ന ലാഭം തന്നെ. അപ്പോൾ ഈ പന്നി ശല്യത്തിനിടയിൽ നമുക്ക് ഇതുപോലെ കുമ്പളങ്ങയും മത്തങ്ങയും അതുപോലെ കഴുത്തനുമൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ കുമ്പളങ്ങ എല്ലാം പറിച്ചെടുക്കാം. കുമ്പളങ്ങയിൽ ധാരാളമായിട്ട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അയണുണ്ട്, അതിൻ്റെ അകത്ത് സിങ്കുണ്ട്, കാൽസ്യമുണ്ട്, വിറ്റാമിൻ സി, ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ കുമ്പളങ്ങ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ കുമ്പളങ്ങയുടെ ജ്യൂസ് രാവിലെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷുഗറുള്ളവർക്ക് ഷുഗർ കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് കുമ്പളങ്ങ. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങ കൃഷി ചെയ്യുന്നത് മൂലം അതുപോലെ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനവും ലഭിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ വിപണിയിൽ ഇതിന് നല്ല മാർക്കറ്റ് ഉള്ളതും. ഇപ്പോഴും കാ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതെല്ലാം പിഞ്ച് കായ കണ്ടോ. ഇത് ഇവിടെ തന്നെ 2 പിഞ്ച് കാ പിടിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് നാൾ ഇതിൻ്റെ അകത്തുനിന്ന് വിളവ് കിട്ടും. എത്രയായാലും നമുക്ക് കിട്ടുന്നത് ലാഭം തന്നെയാണ്. കാര്യം ഇതിന് നമ്മൾ വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ല, വേറെ നമുക്കൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നട്ടിട്ട് പിന്നെ ഒരു ചെറിയ വളമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പറിക്കാനായിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കാടായിട്ട് കിടക്കുകയാണ് പുല്ല്. നല്ലപോലെ നോക്കിയെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഈ കാടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് പന്നിയൊന്നും വലുതായിട്ട് വരാത്തത്. എങ്കിലും നാട്ടിൽ കേട്ടോ, ഇവിടെ ഇന്നലെ അന്ന് പന്നി കുത്തിയതായിരുന്നു. ഇവിടെയൊക്കെ പന്നി വന്നിട്ട് നിറച്ച് കുത്തുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ പടന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അത് മാത്രമല്ല, ഈ കായലൊന്നും അത് ശല്യം ചെയ്യത്തില്ല. പിന്നെ ചാണകമൊന്നും ഇടാത്തത് കൊണ്ട് ഇതിൻ്റെ മൂട്ടിലും വലുതായിട്ട് ശല്യം ഉണ്ടാവില്ല. ഇവിടെ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു എണ്ണമുണ്ട് കേട്ടോ. കണ്ടോ എന്താ വലിപ്പം നോക്കിയേ. വാ എന്ത് വൈറ്റ് ആയിട്ടിരിക്കുന്ന നോക്കിയാൽ കാണാൻ എന്ത് ഭംഗി അല്ലേ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 2-2.5 കിലോ വരും.
ഇടയിൽ നല്ലതുപോലെ നോക്കിയാലേ കാണാൻ പറ്റും. നമ്മളിത് സത്യം പറഞ്ഞാൽ ഇത് നട്ടിട്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇടയ്ക്ക് വന്ന് ജസ്റ്റ് ഒരു വളവും കൊടുത്തു, പിന്നെ വന്നിങ്ങനെ അതിലേക്കൂടെയൊക്കെ നോക്കിയിട്ടങ്ങ് പോകത്തേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെ പ്രതീക്ഷയില്ല ഇത്രയും കാ ഉണ്ടാവുമെന്ന്. ഇനി ഇതിൻ്റെ അകത്ത് പറിക്കാനുണ്ട്, പിഞ്ച് കാ കുറേ കിടപ്പൂടി. അതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കായ് വരച്ചുള്ളൂ. അപ്പോൾ ഞാൻ പോലും സത്യത്തിൽ ഇത്രയും കുമ്പളങ്ങ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ തണ്ട ഒരു കുട്ടയിൽ കാണും മാത്രം പറിക്കാനായിട്ട് ആ ഒരു കുട്ട മാത്രമേ ഞാൻ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പന്നിശല്യത്തിൻ്റെ ഇടയിലും നമുക്ക് കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കുമ്പളങ്ങ. എങ്ങനെയായാലും ഈ ഒരു കുമ്പളങ്ങയ്ക്ക് ഒരു കിലോയ്ക്ക് ഞങ്ങളുടെ മടവൂർ കാർഷിക കൂട്ടായ്മ കാർഷിക വിപണിയിൽ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 60 രൂപയാണ് നമ്മൾ വിൽക്കുന്നത്. 50 രൂപ 60 രൂപ. അപ്പോൾ ഇതെങ്ങനെയായാലും ഒരു 2 കിലോ വരും. ശരാശരി ഒരു 100 രൂപയ്ക്ക് ഇതെന്തായാലും നമുക്ക് വിൽക്കാൻ പറ്റും. എങ്ങനെയായാലും ഇതൊരു 10-50 കാ ഉണ്ട്. അപ്പോൾ ഒരു ചിലവുമില്ല. ഇത് ഒരു ദിവസം പറിച്ചതാണ്. ഇനി ഇതിൻ്റെ അകത്ത് പറിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പന്നിശല്യത്തിനിടയിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കുമ്പളങ്ങ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൃഷി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി.